മാതാപിതാക്കളുടെ സുരക്ഷ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മക്കളെ നല്ല നിലയിലൊക്കെ എത്തിച്ച് മക്കൾ സ്വസ്ഥമായി ഒരു കുടുംബജീവിതമൊക്കെ തുടങ്ങുമ്പോൾ പഠനാവശ്യങ്ങൾക്കാണെങ്കിലും ജോലി ആവശ്യങ്ങൾക്കാണെങ്കിലും അവരുടെ ഒരു സാഹചര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ പല കുടുംബങ്ങളിലും മാതാപിതാക്കളെ ഒരു വലിയ ഭാരമായി കാണുന്ന സാഹചര്യങ്ങളിലേക്കാണ് നമ്മുടെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ മക്കളൊരു നിലയിലെത്തുമ്പോൾ അവരെ തികച്ചും ഏകാന്തമായ ഒരവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നു. മക്കളോ പേരമക്കളോ ആയി ജീവിക്കാനുള്ള സൗഭാഗ്യം കിട്ടാത്ത ഒരുപാട് മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും നമുക്കിടയിലുണ്ട്. ആരും സംസാരിക്കാനില്ലാതെ വീട്ടിൽ തനിച്ചായി പോകുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു ഒഴിവുകാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസങ്ങളിൽ മാത്രം മക്കളുടെയും പേരമക്കളുടെയും വരവും കാത്ത് ഇരിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നാളെ നമ്മുടെ അവസ്ഥകളും ഇതൊക്കെ തന്നെയാണ്. അവരെ നമ്മൾ സംരക്ഷിക്കേണ്ടതല്ലേ? എന്ത് തിരക്കുകളുണ്ടെങ്കിലും, എന്ത് ജീവിത തിരക്കുകളുണ്ടെങ്കിലും, എന്ത് ജോലിയുടെ സാഹചര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ ഒഴിവാക്കിക്കൊണ്ടൊരു ലൈഫ് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവുമോ? എല്ലാ കാലഘട്ടങ്ങളിലും അവരാണ് നമുക്ക് പുതിയ ലോകം കാണിച്ചു തന്നത്. അവരാണ് നമ്മളെ കൈ പിടിച്ചുയർത്തിയത്. അവരെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നത് അനിവാര്യമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളെല്ലാം. നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ വൈഫായിക്കോട്ടെ, നമ്മുടെ മക്കളായിക്കോട്ടെ, എല്ലാവരും അവർ മുഖാന്തരം നമുക്കുണ്ടായതാണ്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മുടെ മാതാപിതാക്കളെ തന്നെയാണ്. അവരാണ് നമുക്ക് വിദ്യാഭ്യാസം തരുന്നത്. അവരാണ് നമുക്ക് നല്ല സംസ്കാരം പഠിപ്പിച്ചു തന്നത്. സ്നേഹം എന്താണെന്ന് അവരാണ് പഠിപ്പിച്ചു തന്നത്. പക്ഷെ വയസ്സാവുന്ന കാലത്ത് നമുക്ക് തന്ന ഈ സ്നേഹവും പരിഗണനയും ഒക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാറുണ്ടോ? സംശയമാണതിൽ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, പ്രായമാകുന്ന ആളുകളെ നമ്മൾ അനാഥാലയങ്ങളിലും അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലും കൊണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടതൊന്നുണ്ട്. പ്രായം എല്ലാവർക്കും വരാവുന്നതാണ്. നാളെ നമുക്കും വരാവുന്നതാണ്. ആ സമയത്ത് നമ്മുടെ മക്കളുടെ പരിഗണനയും സ്നേഹവും വാത്സല്യവും സംരക്ഷണവും ഒക്കെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ നമ്മളെ ഇങ്ങനെ ചെയ്താൽ നമ്മൾ എന്തു ചെയ്യും? ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന പരിഗണനയെപ്പോലെ, മക്കൾക്ക് കൊടുക്കുന്ന പരിഗണനയെപ്പോലെ നമ്മളുടെ അച്ഛനമ്മമാർക്കും നമ്മൾ എല്ലാ കാലഘട്ടങ്ങളിലും പരിഗണന കൊടുക്കേണ്ടതുണ്ട്. വയസ്സാവുന്ന സമയത്ത് അവർക്കാവശ്യം ആരോഗ്യമുള്ള അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക, സംരക്ഷണമുണ്ട് എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടാക്കുക, ഏകാന്തതയിൽ നിന്നും അവർക്ക് ഒരല്പം സമയം ആഹ്ലാദത്തിനുള്ള വഴി ഒരുക്കി കൊടുക്കുക എന്നതൊക്കെയാണ്. എല്ലാവരും പോയി വീട്ടിൽ തനിച്ചാവുന്ന അച്ഛനമ്മമാരുടെ അവസ്ഥകൾ വളരെ പരിതാപകരമാണ്. പ്രായമാവും തോറും നമ്മളിലും ചില ദുശാഠ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതെല്ലാം പ്രായത്തിൻ്റെതായ രീതിയിൽ കണക്കാക്കി നമുക്ക് അവരോട് ഒരിത്തിരി കരുണയോടുകൂടി പെരുമാറിയാൽ
അവരുടെ മനസ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹം മതി നമ്മുടെ ജീവിതം എന്നും ധന്യമാവാൻ. ഒരുപാട് പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നേടുന്നതിനെല്ലാം ഒരു പരിധിയുണ്ട്. ഗുരുക്കന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന നമ്മളെക്കുറിച്ചുണ്ടാകുന്ന നല്ല നല്ല ചിന്തകൾ നമ്മുടെ ലൈഫ് എന്നും പ്രകാശപൂർണ്ണമാവാൻ അത് മതി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് തരുന്നതാണ്, നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും കാണുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നവരെയാണെങ്കിൽ നമ്മളത് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഫ്രണ്ട്സിനിടയിലായിരിക്കാം, നമ്മുടെ ഫാമിലിയിലായിരിക്കാം, നമ്മുടെ അയൽവക്കത്തായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ച്, അവരെന്നും വീടിൻ്റെ ഉള്ളിൽ തന്നെ വയസ്സായി എന്നതിൻ്റെ പേരിൽ ഒതുങ്ങിക്കൂടിയിരിക്കേണ്ടവരല്ല. അവർക്കും പുറത്തു പോവേണ്ടതുണ്ട്, പുറം കാഴ്ചകൾ അവർക്ക് കാണേണ്ടതുണ്ട്. പ്രായമായി എന്നത് അവരുടെ കുറ്റമല്ല. ജീവിതം ആസ്വദിക്കാൻ അവർക്കും അവകാശമുണ്ട്. പക്ഷേ അതിനുള്ള വഴിയൊരുക്കേണ്ടത് അവരല്ല, അവർക്ക് തനിയെ കഴിയാതെ വരുന്നു. അവിടെ നമ്മൾ സാഹചര്യം ഒരുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ സിനിമയ്ക്ക് പോകുന്നു, നമ്മൾ വിനോദയാത്ര പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. എപ്പോഴും നമ്മൾ വീട്ടിൽ കാവലായിട്ട് വെക്കുന്നത് അല്ലെങ്കിൽ കാവലായിട്ട് ഇരുത്തുന്നത് നമ്മുടെ പ്രായമായ അച്ഛനമ്മമാരെയാണ്. അതിന് നമ്മൾ കണ്ടെത്തുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, നമ്മൾ കണ്ടെത്തുന്ന ഒരു വാക്കുണ്ട്. അവർക്ക് പ്രായമായി, അവർക്ക് യാത്ര ചെയ്യാൻ വയ്യ. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാം, ഇല്ല എന്നല്ല. പക്ഷേ പ്രായമായി എന്നത് കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയാത്തവരല്ല. അതിനുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ടെന്ന്. പുറത്തേക്കൊന്ന് പോകണമെന്നും അല്ലെങ്കിൽ ആളുകളുമായി ബന്ധപ്പെടണമെന്നും ബന്ധുജനങ്ങളെ കാണണമെന്നും ഒക്കെയുള്ള ആഗ്രഹം അവർക്കും ഉണ്ടായിരിക്കാം. നമ്മളോടൊപ്പം ഇടയ്ക്കും അവരും വരട്ടെ പുറത്തെ കാഴ്ചകൾ കാണാൻ. അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, അവരുടെ മുഖത്തെ പുഞ്ചിരി അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രായമായവർ എന്നും പ്രായമായവരുടെ കൂട്ടത്തിൽപ്പെടുത്താതെ നമ്മളുടെ കൂടെ കൂട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം, അത് അവരുടെ മുഖങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയപ്പെടാം. അനാഥാലയങ്ങളിലാക്കി തിരിഞ്ഞു നോക്കാതെ പോരുമ്പോൾ ഒരു നോട്ടമെങ്കിലും പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു നിർവികാരത. മക്കളെ പഴിക്കാനോ പേരമക്കളെ പഴിക്കാനോ ഒന്നും അവർ നിൽക്കില്ല. ഭൂമിയിലൊരു ഭാരമായതിൻ്റെ ഒരടയാള ചിഹ്നം അവരുടെ മുഖത്ത് നമുക്ക് കാണാം. അപ്പം അത്തരം അവസരങ്ങൾ നമുക്കും ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ മക്കൾക്ക് മാതൃകയാവാൻ നമ്മൾ എന്നും പ്രായമായ ആളുകളെ വളരെ സ്നേഹത്തോടു കൂടി അവരെ നമ്മൾ എന്നും കൂടെ കൂട്ടുക.